ഹലോ, രഞ്ജിത്ത് അസോസിയേറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചൈനയിലാണ് ഉള്ളത്. ചൈനയിലെ ഒരു പോർട്ടബിൾ ഹൗസ് ചെയ്യുന്ന ഒരു ഫാക്ടറിയിലെ അവരുടെ ഒരു ഡിസ്പ്ലേ യൂണിറ്റിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളുള്ളത്. ഇതൊരു 38 അടി നീളവും 10 അടി വീതിയും 10 അടി പൊക്കമുള്ള ഒരു പോർട്ടബിൾ ഹൗസാണ്. അതായത് ഒരു റെഡിമെയ്ഡ് ഹൗസ്. ഇതിൻ്റെ അകത്ത് ഒരു ബെഡ്റൂം, ഒരു ടോയ്ലറ്റ്, ഒരു ലിവിങ് റൂം, ഒരു ബാൽക്കണി, ഇത്രയും കാര്യങ്ങളാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് റെഡിമെയ്ഡായിട്ട്, അതായത് റെഡി ടു യൂസ് ആയിട്ട് ചൈനയിൽ നിന്ന് വാങ്ങിക്കാനും അതിനെ നമ്മുടെ ഏത് സൈറ്റിലും കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്യാനും ഫിക്സ് ചെയ്താൽ അന്ന് തന്നെ താമസിക്കാനും പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പോർട്ടബിൾ ഹൗസാണ്. ഈ ഒരു പോർട്ടബിൾ ഹൗസ് നിൽക്കുന്നത് 6 തൂണുകളിലാണ്. അതായത് ഇവിടെ കാണുന്ന 1, 2, 3 ഏറ്റവും എൻഡിലും നടുക്കുമായിട്ടുള്ള 3 തൂണുകളും അതിൻ്റെ പുറകിലുള്ള 3 ലെഗുകൾ, അങ്ങനെയാണ് ഇതിനെ നിർത്തിയിരിക്കുന്നത്. ലെഗുകളിൽ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏത് രീതിയിലുള്ള നമ്മുടെ ഒരു സ്ഥലത്ത്, ഒരു ലാൻഡിൽ നമുക്കിത് വെക്കാവുന്നതാണ്. അതായത് നമ്മൾ സൈറ്റ് ചെയ്യേണ്ട ഒരു വർക്ക് എന്ന് പറയുന്നത് 6 പില്ലറുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒന്നുകിൽ മെറ്റലിലോ അല്ലെങ്കിൽ നമുക്ക് കോൺക്രീറ്റ് തൂണുകളിലോ ആയിട്ട് ഒരു 1 ഫീറ്റിൻ്റെ സൈസിലുള്ള ഒരു കോൺക്രീറ്റ് പില്ലർ നമുക്ക് ആവശ്യാനുസരണം ഹൈറ്റിൽ നമുക്ക് സൈറ്റിൽ ഉണ്ടാക്കിയാൽ ഇതിനെ ഒരു ക്രെയിൻ ഉപയോഗിച്ച് അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് അന്ന് തന്നെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ലെഗുകൾ നമുക്ക് നമുക്ക് ഒരു ലെവല് ഒരു സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു ലാൻഡിലാണെങ്കിൽ പോലും നമുക്ക് അതനുസരിച്ചുള്ള പില്ലറുകൾ ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ഫിക്സ് ചെയ്യാം. പില്ലറിൻ്റെ ഹൈറ്റ് നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ്. ഒരടിയോ അല്ലെങ്കിൽ 2 അടി അല്ലെങ്കിൽ ഒരു 6 or 7 അടി പൊക്കത്തിൽ വരെ ഈസി ആയിട്ട് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബോട്ടം ഇപ്പോൾ വളരെ കുറച്ച് സ്ഥലമുള്ള ഒരു ഏരിയ ആണെങ്കിൽ ഒരു 7 അല്ലെങ്കിൽ 8 അടി പൊക്കത്തിലൊക്കെ നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ താഴത്തെ ഏരിയ നമുക്ക് പാർക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുകയും സിറ്റിംഗ് ഏരിയ ആയിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ആ രീതിയിൽ നമുക്കിതിനെ സെറ്റ് ചെയ്യാം, ഹൈറ്റിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഹൈറ്റിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റെപ്പ്, ഒരു ലാഡർ സെറ്റ് ചെയ്താൽ മതിയാവും. നമുക്ക് ഈ വീടിൻ്റെ ഈ പോർട്ടബിൾ ഹൗസിൻ്റെ അകത്ത് കയറി ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കാണാം. വരും. ഈ പോർട്ടബിൾ ഹൗസിലേക്ക് കയറി വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഈ രീതിയിലുള്ള ഒരു ചെറിയൊരു ഫോയർ ഏരിയയാണ്. ഈ ഫോയർ ഏരിയയുടെ എൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂം, ഇവിടെ ഒരു ടോയ്ലറ്റ്, അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ലിവിങ് ഏരിയ, ഏറ്റവും എൻഡിലായിട്ട് ഇടത്തെ സൈഡിൽ എൻ്റെ ഏറ്റവും എൻഡിലായിട്ട് ഒരു ബാൽക്കണി. ഇത്രയാണ് ഇതിൽ ഉള്ളത്. നമുക്ക് ഇതിനെ ബെഡ്റൂമിലേക്ക് കയറാം. ബെഡ്റൂം ഏതാണ്ട് ഒരു 10 അടി വീതിയും ഏതാണ്ട് 9 അടി സൈസിലുള്ള ഒരു ബെഡ്റൂമാണിത്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 10 അടി തന്നെ ഹൈറ്റ് വരുന്നുണ്ട്. വലിയൊരു ബെഡ് തന്നെ ഇതിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കിങ് സൈസ് ബെഡ് തന്നെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എ സി കൊടുത്തിട്ടുണ്ട്. AC വെന്റ് നമുക്ക് കാണാം. ആ AC-യുടെ കൺട്രോളുകൾ ഇവിടുന്ന് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലാണ് AC കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു 3 സൈഡിലും വ്യൂ ഉള്ള രീതിയിൽ മാക്സിമം ഗ്ലാസ് കൊടുത്ത് ഓപ്പൺനെസ്സിൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങളിൽ ഇത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ 3 സൈഡിലുള്ള വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റും. ഇതിന് ഒരു വിൻഡോയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വിൻഡോ ഇതിന് ഇൻസെക്ട്സ് പ്രൂഫായിട്ട് മോസ്കിറ്റോ നെറ്റ് പോലെയുള്ള കാര്യങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇതുവഴി ഇത് തുറക്കാം. ഈ വിൻഡോ വേണേൽ തുറന്ന് വെക്കാം. നമുക്ക് ഒരു ഓപ്പണബിൾ വിൻഡോ ഉണ്ട്. നമുക്ക് ഫ്രഷ് എയർ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തുറന്ന് വെച്ചിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്. പ്രൈവസിക്കായിട്ട് കർട്ടനാണ് കൊടുത്തിരിക്കുന്നത്. ഈ കർട്ടൻ മോട്ടറൈസ്ഡ് ആയിട്ടുള്ള കർട്ടനും ചെയ്തിട്ടുണ്ട്. ഇത് അപ്പുറത്തെ റൂമിൽ നമുക്ക് കാണിക്കാം. ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിടാവുന്നതാണ്. ഇതാണ് ഈ പോർട്ടബിൾ ഹൗസിൻ്റെ ടോയ്ലറ്റാണിത്. നമുക്ക് ഇത്രയും ചെറിയ ഒരു പോർട്ടബിൾ ഹൗസിൻ്റെ അകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ടോയ്ലറ്റിൻ്റെ ഡോറ് ഇതൊരു ഗ്ലാസ് ഡോറാണ്, ഒരു ഗ്ലാസ് സ്ലൈഡിങ് ഡോറാണ്. ടെമ്പേർഡ് ഗ്ലാസ് സ്ലൈഡിങ് ഡോറാണ്. ഇതാണ് ഈ ടോയ്ലറ്റിലെ വാഷ് ബേസിൻ. ഏതാണ്ട് ഒരു 6 അടി വീതിയുള്ള വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു വാഷ് ബേസിൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടാപ്പ്, അതിൽ തന്നെ ഒരു സിങ്ക്, കുറേ സ്റ്റോറേജ് സ്പേസും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ലൊരു വാട്ടർ ക്ലോസറ്റ്, ഒരു WC സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വേണ്ട ആക്സസറീസ് ആയിട്ടുള്ള ഹെയർ ഡ്രയർ പോലെയുള്ള കാര്യങ്ങൾ, ടവൽ റാക്കുകൾ, മിറർ എല്ലാം തന്നെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഈ ഒരു സ്പേസിൽ
ഈ ഒരു സ്പേസിൽ നമുക്ക് ഇത്രയും നല്ലൊരു ഇത്രയും വിഡ്ത്തുള്ള ഒരു ഏതാണ്ട് 1 മീറ്റർ സ്ക്വയർ എങ്കിലും സൈസുള്ള ഒരു ഷവർ ഏരിയയും ഇതിലുണ്ട്. ഈ ഷവർ ഏരിയയിൽ നമുക്ക് ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്ത് വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു മിക്സർ ഉണ്ട്, ഒരു ഹാൻഡ് ഷവർ ഉണ്ട്. അതിൻ്റെ ഫ്ലോറൊക്കെ വളരെ നന്നായിട്ട് ഒരു ഗ്രിപ്പ് കിട്ടുന്ന രീതിയിലുള്ള ഗ്രൂവ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു എക്സോസ്റ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടോയ്ലറ്റിൻ്റെ ഈ ഏരിയയിൽ നിന്നുള്ള ഒരു എക്സോസ്റ്റും അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഈ റൂമിലെ ലിവിങ് ഏരിയ ആണ്. ഒരു ലിവിങ് ഏരിയ, സോഫ, സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ് ഇത്. ഇവിടെ ഒരു 2 സീറ്ററാണ് ചെയ്തിരിക്കുന്നത്. 2 സീറ്റർ, ഒരു 2 സിംഗിൾ സീറ്ററാണ് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്കൊരു വളരെ ഈസി ആയിട്ട് ഒരു 3 സീറ്ററോ ഒരു 4 സീറ്റർ വരെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതുപോലുള്ള ഈ പ്ലാന്റ് ഒക്കെ അത് കുറച്ചുകൂടെ കോർണറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു 4 സീറ്റർ വരെ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇതിൽ. വേണമെങ്കിൽ ഒരു ഒരു സോഫ കം ബെഡ് ചെയ്യുകയാണെങ്കിൽ 2 ബെഡ്റൂമായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പുറത്തൊരു ബെഡ്റൂമും ഇതൊരു സിറ്റിംഗ് ഏരിയ കം കൺവേർട്ടബിൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂമായിട്ട്, കൺവേർട്ടബിൾ ആയിട്ടുള്ള ഒരു സോഫ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതൊരു ബെഡ്റൂമായിട്ടും കൂടെ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെയും പ്രൈവസിക്കായിട്ട് ചെയ്തിരിക്കുന്നത് കർട്ടനാണ്. ആ കർട്ടൻ മോട്ടറൈസ്ഡ് ആയിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കർട്ടനാണ് ചെയ്തിരിക്കുന്നത്. അതിനെ നമുക്ക് ജസ്റ്റ് ഒരു പുള്ള് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പുള്ള് ചെയ്താൽ തന്നെ ഇത് ക്ലോസ് ആവുന്ന മോട്ടറൈസ്ഡ് ഓട്ടോമേറ്റഡ് കർട്ടനാണ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ റിമോട്ടിൽ നിന്ന് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെയുള്ള സ്വിച്ച് ബോർഡിൽ നിന്ന് ഒരു ബട്ടൺ പ്രസ് ചെയ്താലും നമുക്കിതിനെ യൂസ് ചെയ്യാം. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പുള്ള് ചെയ്താൽ തന്നെ ആ കർട്ടൻ വർക്ക് ചെയ്യും. അത് നമ്മൾ ആ കർട്ടൻ ഫുൾ ക്ലോസ് ചെയ്യുന്നത് നമുക്കിപ്പോൾ കാണാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നല്ല ഡാർക്ക്നെസ് ആയിട്ട് തന്നെ നല്ല അതുപോലെയുള്ള ഒരു കർട്ടനാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കർട്ടൻ ക്ലോസ് ആയി വരുമ്പം ഇതിൻ്റെ അകത്ത് ഒട്ടും പുറത്തുനിന്ന് ഒരു വെട്ടവും വരാത്ത രീതിയിൽ ഡാർക്കായിട്ട് അത്രയും പ്രൈവസിയിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് പകല് കിടന്ന് ഉറങ്ങണമെങ്കിൽ പോലും ഇത് അത്രയും ഡാർക്ക്നെസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഈ ലൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്കിതിൻ്റെ അകത്ത് നല്ല ലൈറ്റ് തോന്നുന്നത്. ഇപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ നല്ല ഡാർക്കായിട്ടുള്ള ഒരു റൂമായി. അത്രയും ലൈറ്റ് പ്രൂഫായിട്ട് അത്രയും പ്രൈവസിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ് ഇപ്പോൾ നമുക്ക് കാണാം. ലൈറ്റ് ഓൺ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട്. നല്ല ലൈറ്റാണുള്ളത്. ഇതിൽ വേറൊരു കാര്യം കൂടി ഇവർ ചെയ്തിരിക്കുന്നത്, ഇതിനൊരു സ്കൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു റൂഫ് ഓപ്പണിങ്ങും കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കത് കാണാൻ പറ്റും. ഇപ്പം ഈ റിമോട്ടിൽ നമുക്കതിനെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഒരു സ്കൈ ഓപ്പണിംഗ് ഉണ്ട് ഇതിൽ. അത് ടെമ്പേർഡ് ഗ്ലാസ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇവിടുന്ന് നമുക്ക് സ്കൈ കാണാവുന്ന രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഈ രീതിയിൽ ഒരു സ്കൈ കാണുക എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നല്ല ഒരു ഫുൾ മൂണുള്ള നല്ലൊരു നിലാവുള്ള ഒരു രാത്രിയിലൊക്കെ നമുക്ക് ഇതിനെ തുറന്ന് ആ സ്കൈ കാണാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഫീലായിരിക്കും. നമുക്ക് റിമോട്ടിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ സ്കൈയുടെ ഓപ്പണിങ്ങിനെ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഇൻറ്റീരിയർ ഡിസൈൻ നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതായത് ഇതിൻ്റെ ഈ ഫർണിച്ചേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്, ഇതിൻ്റെ ഫർണിച്ചേഴ്സിൻ്റെ തീം, അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ വാളിൽ കൊടുത്തിരിക്കുന്ന കളേഴ്സ്, വാളിൻ്റെ ഫിനിഷസ്, കർട്ടൻ്റെ കളേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ രീതിയിൽ നമ്മുടെ ഇഷ്ടപ്പെടുന്ന കളർ തീമിലേക്കോ സ്റ്റൈലിലേക്കോ ഒക്കെ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിതിന് ബാൽക്കണിയിലേക്ക് പോകാം. ഇതാ ഒരു മൊസ്കിറ്റോ നെറ്റ് അല്ലെങ്കിൽ ഒരു ഇൻസെക്ട്സ് നെറ്റ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ വേറെ ഒരു ഡോറും കൂടെ ഉണ്ട്. ഇത് ശരിക്ക് വളരെ സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള, ഇവിടെ പുറത്തൂടെ വളരെ നല്ലൊരു ഹൈവേ ആണ്. വലിയ കാറുകളൊക്കെ പോകുന്ന വണ്ടികൾ പോകുന്ന ഒരു ഹൈവേ ആണ്. അതിലുണ്ടാകുന്ന നോയ്സിനെയൊക്കെ ഒത്തിരി ഇത് കട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ബാൽക്കണി. ഈ ബാൽക്കണി
ഇതിൻ്റെ ഹാൻഡ് റെയിൽ ടെമ്പേർഡ് ഗ്ലാസും അലൂമിനിയത്തിൻ്റെ ഒരു പ്രൊഫൈലും വെച്ചിട്ടുള്ള ഹാൻഡ് റെയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്ലോർ WPCയുടെ ഡെക്ക് ഫ്ലോറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർട്ടബിൾ ഹൗസിൻ്റെ AC എയർ കണ്ടീഷനിങ് സിസ്റ്റം ഒക്കെ വെച്ചിരിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇത് ഇവിടെ ഹൈഡാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കണ്ട ടോയ്ലറ്റിൻ്റെ ബാക്കിലുള്ള ഏരിയ ആണ്. അതിനുവേണ്ടി ഒരു സ്പേസ്, ഒരു കട്ടിങ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിലാണ് AC മെഷീൻസ് എല്ലാം വെച്ചിരിക്കുന്നത്. അതുപോലെ മുകളിൽ വാട്ടർ ഹീറ്റർ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അത് ഇപ്പോൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ആ കാണുന്ന മെറ്റൽ ഹുക്സ് വാട്ടർ ഹീറ്റർ വെക്കാനുള്ളതാണ്. എന്നത് ഇതേപോലെ തന്നെയുള്ള വേറൊരു പോർട്ടബിൾ ഹൗസാണ്. ഒരു എ സ്ട്രക്ചറിലുള്ള ഒരു ക്യാപിറ്റൽ ലെറ്റർ എയുടെ ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചറിൽ ചെയ്തിരിക്കുന്ന ഒരു പോർട്ടബിൾ ഹൗസാണ്. ഇതിവർ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മുമ്പേ കണ്ടതിനെക്കാട്ടിലും കുറച്ചും കൂടെ കോമ്പാക്റ്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയിട്ടുള്ള എ സ്ട്രക്ചറിലുള്ള ഒരു പോർട്ടബിൾ ഹൗസാണ്. ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഫിനിഷ് ആയിട്ടില്ല. നമുക്ക് ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ റൂഫിൽ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു വിൻഡോയാണ്. രീതിയിലുള്ള 4 ഓപ്പണബിൾ വിൻഡോസ് ഇതിലുണ്ട്. ഇവിടെ നിന്നാണ് ഒരു ബെഡ് വരിക. ഈ സ്വിച്ച് ബോർഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ബെഡ് വരും. ഏതാണ്ട് ഈ ഒരു ലെവലിൽ ബെഡ് വരും. അത് കഴിഞ്ഞാൽ നമുക്ക് നടക്കാനുള്ള സ്പേസ് ഉണ്ടാവും. അവിടെ കയറി വരുന്നിടത്ത് 2 സൈഡിലും 2 സോഫ സെറ്റ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ടാവും. ഇവിടെ ബെഡ്, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ സ്റ്റഡി ടേബിൾ, വർക്കിംഗ് ടേബിൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. വേണമെങ്കിൽ ഒരു ചെറിയ ഒരു കിച്ചൺ വേണമെങ്കിൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ കാണുന്നത്, എൻ്റെ ഇടത്ത് സൈഡിലും വലത്ത് സൈഡിലും കാണുന്നത് ടോയ്ലറ്റുകളാണ്, ടോയ്ലറ്റ് സ്പേസ് ആണ്. ഇതൊരു ഷവർ ഏരിയ ആണ്. ഇതൊരു മുമ്പേ കണ്ട ഒരു പോർട്ടബിൾ ഹൗസിൽ നിന്ന് ഈ ഒരു സ്ട്രക്ചർ ആയതുകൊണ്ട് സ്പേസിന് കുറച്ച് കുറവുണ്ട്. നമുക്ക് അത്രയും എങ്കിൽ കൂടി നമുക്ക് ഇതുപോലെ ഇത്രയും സ്പേസ് നിൽക്കാനും ഒരു ഷവർ എടുക്കാനുമുള്ള ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഒരു ഹാൻഡ് ഷവർ കൊടുത്തിട്ടുണ്ട്, എക്സോസ്റ്റ് ഉണ്ട്. അതേപോലെ ഒരു വാട്ടർ ക്ലോസറ്റിൻ്റെ സ്പേസും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു ക്ലോസറ്റ് ഉണ്ട്. അത്യാവശ്യം സ്പേസ് ഉണ്ട്. നന്നായിട്ട് തന്നെ നിൽക്കാനുള്ള, നമുക്ക് ഫ്രീ ആയിട്ട് നിൽക്കാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇത് വാഷ് ബേസിനാണ്. ഒരു വിൻഡോയും ചെയ്തിട്ടുണ്ട്, വാഷ് ബേസിനുണ്ട്. അതിൽ സ്റ്റോറേജ് കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ളൊരു ബാൽക്കണിയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ഉള്ള ഒരു ഏരിയയിൽ ഈ ഒരു പോർട്ടബിൾ ഹൗസിൽ സെറ്റ് ചെയ്തിട്ട് ഇതുപോലൊരു ബാൽക്കണിയിൽ ഇരുന്ന് ആ വ്യൂ എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നമുക്ക് ഒരു റിസോർട്ട് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആണ്. എന്നാൽ കൂടി നമുക്കൊരു ഇൻഡിവിജ്വൽ ആൾക്ക് ഒരു വീട്ടിലെ ഒരു ഔട്ട് ഹൗസ് പോലെ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ റൂം എടുക്കണം, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ റൂം എടുത്തിട്ട് ഒരു ഓഫീസ് സ്പേസ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു ബെഡ് വേണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ തന്നെയാണിത്. ഈ ഒരു ഓപ്ഷൻ ആണെങ്കിൽ നമ്മൾ ഒരു കൺസ്ട്രക്ഷന് വേണ്ടി എടുക്കുന്ന 1 വർഷം അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 1 വർഷം ഇങ്ങനെയുള്ള സമയങ്ങളൊന്നും നമുക്ക് പാഴാകില്ല. ഇതൊരു 1-2 മാസത്തിൽ നമുക്ക് മാനുഫാക്ചർ ചെയ്ത് ഫിക്സ് ചെയ്യാവുന്നൊരു കാര്യമാണ്. വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു രീതിയിൽ ഒരു ഓഫീസ് സ്പേസ് വേണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ തന്നെയാണിത്. ഒരു വീടിനെ മുറ്റത്ത്, ഗാർഡനിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു കുറച്ച് സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ അവിടെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. വീടിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് ഒരു സ്പേസ് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ടെറസിൽ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അവിടേക്ക് നമുക്കിതിനെ പീസസ് ആയിട്ട് കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്ത് ഒരു ടെറസിൽ ഒരു എക്സ്ട്രാ റൂം, ഒരു പുതിയൊരു റൂം, ഓഫീസ് സ്പേസ്, വർക്ക് സ്പേസ് ഒക്കെ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും നമുക്കിത് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കുറച്ച് റിമോട്ടായിട്ടുള്ള ഏരിയയിൽ ഒരു ഫാം ഹൗസ് പോലെയുള്ള സ്ഥലങ്ങളോ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ചിലപ്പോൾ കുറച്ച് റിമോട്ടായിട്ടുള്ള കുറച്ച് ഏരിയയിലാണെങ്കിൽ അവിടെ ഒരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ ചെയ്യാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ
ഇതുപോലൊരു റെഡിമെയ്ഡ് പോർട്ടബിൾ ഹൗസ് ആണെങ്കിൽ 1-2 ദിവസം കൊണ്ട് അവിടെ ഇൻസ്റ്റാൾ ചെയ്യാനും അതവിടെ യൂസ് ചെയ്ത് തുടങ്ങാനും പറ്റുന്നതാണ്. ഒരു ഫാം ഹൗസ് ആയിട്ടുള്ള കുറച്ച് അല്ലെങ്കിൽ ഒരു നല്ല വ്യൂ ഉള്ള ഒരു വേക്കൻ ലാൻഡ് കിടപ്പുണ്ട്, അവിടെ നമുക്കൊരു പെർമനൻറ്റ് കൺസ്ട്രക്ഷൻ ചെയ്യാനുള്ള സാഹചര്യങ്ങളില്ല എങ്കിൽ ഇതുപോലെയുള്ള ഒരു പോർട്ടബിൾ ഹൗസിനെ 1-2 ദിവസം കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്ത് അടുത്ത ദിവസത്തിൽ തന്നെ അതിനെ ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. അതേപോലെ ഒരു ഇവൻറ്റ് നടക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഒരു കുറച്ച് ദിവസത്തേക്കുള്ള ഒരു ഇവൻറ്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം, ഒരു റിമോട്ടായിട്ടുള്ളൊരു സ്ഥലത്താണെങ്കിൽ നമുക്ക് ഇതിനെ ഒരു ട്രക്കിൽ വെച്ചിട്ട് ആ ട്രക്ക് അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് വേണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ട്രക്ക് അവിടുന്ന് ട്രക്ക് ഓടിച്ച് കൊണ്ടുപോകുമ്പോൾ ഇത് അതിൻ്റെ കൂടെ കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. അങ്ങനെയും നമുക്ക് പല രീതിയിൽ ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. കൺസ്ട്രക്ഷൻ നടത്തി വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി 1-2 വർഷങ്ങൾ ആ കൺസ്ട്രക്ഷന് വേണ്ടി സ്പെൻഡ് ചെയ്ത് അത് റെഡിയായി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടൈം വേസ്റ്റും മണി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു റിട്ടേൺ കിട്ടാനായിട്ട് 1-2 വർഷം നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിന് അതിനെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് ഈ പോർട്ടബിൾ ഹൗസസ്. ശരിക്കും നമ്മൾ ഒരു റിസോർട്ട് ഇപ്പോൾ ഇതുപോലെയുള്ള ഒരു 5 പോർട്ടബിൾ ഹൗസസ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊരു ചെറിയൊരു റിസോർട്ട് റൺ ചെയ്യാം. അങ്ങനെ ഒരു ലാൻഡ് ഉണ്ടെങ്കിൽ ആ ഒരു ലാൻഡിൽ 5 സ്പോട്ടുകൾ, ഇത് പ്ലേസ് ചെയ്യാനുള്ള ഒരു 5 സ്പോട്ടുകളും അതിലെ ഒരു പില്ലറുകളും 6 പില്ലർ വെച്ച് 5 സ്പോട്ടിൽ ചെയ്ത് ആ എല്ലാ സ്പോട്ടിനെയും കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ചെറിയൊരു പാത്വേ, ഒരു പേവിങ് സ്റ്റോൺ ഇട്ടിട്ടുള്ള ചെറിയൊരു പാത്വേയും അതിനൊരു ഫ്രഷ് വാട്ടർ ലൈനും ഒരു വേസ്റ്റ് വാട്ടർ ലൈൻ, ഒരു പവർ സപ്ലൈ, ഇത്രയും കാര്യങ്ങൾ മാത്രം സൈറ്റ് ചെയ്താൽ അടുത്ത 1-2 മാസത്തിൽ നമുക്കൊരു ചെറിയ റിസോർട്ട് തന്നെ റൺ ചെയ്യാം. ആ രീതിയിലുള്ള ഒരു ഫെസിലിറ്റിയാണ് അതുപോലുള്ളൊരു ചാൻസാണ് ഈ പോർട്ടബിൾ ഹൗസസ് നമുക്ക് തരുന്നത്. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ഒരു കാര്യം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്, പോർട്ടബിൾ ഹൗസ് പർച്ചേസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരെ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.